പ്രിയ മിത്രങ്ങളെ, കഥ തുടരാം. കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ അവസാനം വരെ കേൾക്കുക. അമ്മയുടെ മറുപടി കേട്ട് ആ മകൻ ഞെട്ടിപ്പോയി. ജാനകിയുടെ മിഴികൾ ജ്വലിച്ചു. അമ്മ എന്തായി പറഞ്ഞത്? ഏട്ടനേക്കാൾ വലുതാണോ ആ പാസ്ബുക്ക് അമ്മയ്ക്ക്? അരുന്ധതി കൈവലിച്ച് മുകളിൽ ചുമലിലൊന്നു കൊടുത്തു. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് ശ്രീകരമേ? നിനക്ക് വേണ്ടിയാ ഞാനീ പറയണത്. എന്നിട്ട് നീ തന്നെ എനിക്കെതിരെ ആരോപണമുയർത്തുക. പിന്നെ അവൾ മകന്റെ നേർക്ക് തിരിഞ്ഞു. നോക്ക് ദേവ, നേർബുദ്ധി നഷ്ടമായിട്ടില്ലേച്ചാ നീയെങ്കിലും അമ്മ പറയണത് മനസ്സിലാക്കുക. ആ പാസ്ബുക്ക് എൻ്റെ കൈവശം വെച്ചാൽ സ്വർണത്തിന് വിലക്കുറവനുസരിച്ച് അല്പേശ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി ഈ ഏട്ടയ്ക്കായി സൂക്ഷിച്ച് വെക്കാലോ എന്ന് നിരീച്ച. നാൾക്കുനാളല്ലേ സ്വർണത്തിന് വില വർദ്ധിക്കണത്. പണ്ടങ്ങൾ ദേഹത്ത് കെട്ടിത്തൂക്കണത് ഇഷ്ടമല്ല എന്ന് ഇവൾ പറഞ്ഞാലും നമ്മൾ നമ്മുടെ അന്തസ് കാത്തു സൂക്ഷിക്കണ്ടേ? അന്തസ് സൂക്ഷിക്കാൻ മാത്രമുള്ള സ്വർണമൊക്കെ അമ്മ വാങ്ങി ഇവൾക്കായി ലോക്കറിൽ സൂക്ഷിച്ചിട്ടില്ലേ? ഹൗസ് സർജൻസി കഴിയും മുമ്പേ ചിലപ്പോൾ അരിയുടെ വേളി നടക്കും കുട്ടി. ഒരു ഡോക്ടറെ തന്നെ അവൻ വേൾക്കുന്നുള്ളൂ എന്നതും ഉറപ്പാ. അരിഷ്ടിച്ച് കഴിയണവര് പോലും ഇപ്പൊ പെൺകുട്ടികൾക്ക് 101 പവൻ കൊടുക്കുന്നുണ്ട്. അപ്പോ നമ്മൾക്കത് മതിയാവോ? പെൺകുട്ടികൾക്ക് ഇത്രയധികം സ്വർണം കൊടുക്കുന്നത് തന്നെ മടയത്തരമാണമ്മേ. സ്വർണത്തിന്റെ ചുമടുമായി പെൺകുട്ടികൾ ചെല്ലണത് ഭർത്തൃഗ്രഹത്തിലേക്കാ. ഇത്രയധികം മോഹിപ്പിക്കുന്ന ഒരു ദ്രവ്യം വേറെ ഇല്ല. അത് വാങ്ങി ഭർത്താവോ ഭർത്തൃമാതാവോ അവരുടെ ലോക്കറിൽ വെച്ചാൽ നമ്മുടെ കുട്ടി എന്ത് ചെയ്യും അമ്മേ? ഭർത്താവോ ഭർത്തൃമാതാവോ വാങ്ങി അവരുടെ ലോക്കറിൽ വെക്കുകയോ? അരുന്ധതി കണ്ണുമിഴിച്ചു. അതിനിവൾ സമ്മതിച്ചിട്ട് വേണ്ടേ? നമ്മൾ ഇവൾക്ക് കൊടുക്കണതെല്ലാം ഇവളുടെ ലോക്കറിലിരിക്കും. രുചിയുള്ള ആഹാരം കഴിക്കാതെയും ഭംഗിയുള്ള വസ്ത്രങ്ങൾ അണിയാതെയും അരിഷ്ടിച്ച ഓരോ മാതാപിതാക്കളും തങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്വർണം കരുതണത് അത് മറ്റവല്ലവർക്കും സൂക്ഷിച്ചു വെക്കാനാണോ? അല്ല എന്നത് മര്യാദ. പക്ഷേ അത് പറഞ്ഞാൽ മധുവിധ കാലത്ത് തന്നെ ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും അലോക്യം തോന്നില്ലേ? ശരിക്കും പുത്തരിയിൽ കല്ല് കടിക്കും. തുടർന്ന് ജീവിക്കേണ്ടതും അവിടെയല്ലേ? അതുകൊണ്ട് സ്വർണം കാട്ടി വെറുതെ ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും മത്തുപിടിപ്പിക്കണ്ട. ഭംഗിക്കണിയാൻ ഒരു 10 പവൻ. ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ മകൾക്കൊരു പെട്ടിക്കടയെങ്കിലും ഉണ്ടാക്കാൻ പാകത്തിന് ഒരു ഡെപ്പോസിറ്റ്. വീട് ആൺമക്കൾക്ക് മാത്രമല്ല, ഭർത്തൃഗ്രഹത്തിൽ നിന്ന് പുറത്തായാൽ തെരുവിലാകാതെ തലചായ്ക്കാൻ പെൺമക്കൾക്കും ഒരു കൊച്ചുകൂര വേണം. വിവാഹത്തോടനുബന്ധിച്ച് നമ്മൾ പെൺകിടങ്ങൾക്കായി കരുതേണ്ടത് ഇത്രയുമാണ്. ഈ കരുതലുണ്ടായാൽ പത്രങ്ങളിൽ വരുന്ന സ്ത്രീപീഡന കഥകളുടെ പെരുപ്പവും കുറയും. ഈ പറയുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. സ്വർണപ്പണ്ടവും കെട്ടി നടക്കാൻ ഇഷ്ടമില്ല എന്ന എൻ്റെ അനുജത്തിയുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് പക്ഷേ യോജിപ്പാ. ഈ രീതി 10 പെൺകുട്ടികൾ സധൈര്യം ആവർത്തിച്ചാൽ വേറൊരു 10 പെൺകുട്ടികളെങ്കിലും സ്വർണം വാങ്ങാൻ വേണ്ടി കിടപ്പാടം വിൽക്കാൻ മാതാപിതാക്കളെ പ്രേരിപ്പിക്കാതിരിക്കും. പാഠപുസ്തകം പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ദേവ, പൊതുവിജ്ഞാനത്തിൽ നീ ഒരു ആന മണ്ടനാ. സ്വർണമാണടാ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം. പക്ഷെ അത് എവിടെ വെക്കുമമ്മേ? വീട്ടിൽ വെച്ചാൽ സേഫ് കുത്തി തുറക്കും. കഴുത്തിലണിഞ്ഞാൽ ബൈക്കിൽ വന്ന് പൊട്ടിക്കും. ബാങ്കിൽ വെച്ചാലോ ലോക്കർ കുത്തി തുറക്കും. കുപ്പയുണ്ടായാലുള്ള ഫലം എന്താണമ്മേ? അമ്മ തന്നെ പഠിപ്പിച്ചു തന്നതാ. കൊതുകുകൾ വർദ്ധിക്കും. സ്വർണം കൂട്ടി വെച്ചാലോ കള്ളന്മാർ പെരുകും. കേൾക്കണ്ട എനിക്ക്. അരുന്ധതി കാതുപൊത്തി. കേൾക്കണം. കൈ കഴുകി വന്നിട്ട് അവൻ അമ്മയുടെ കൈ പിടിച്ചു മാറ്റി. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നാൽ അതുവരെ മാതാപിതാക്കൾ സമ്പാദിച്ചതെല്ലാം മകൾക്ക് നൽകി അവളെ മുൻപരിചയമില്ലാത്ത ഒരു പുരുഷനും അയാളുടെ കുടുംബാംഗങ്ങൾക്കും വളർത്താൻ കൊടുത്തിട്ട് സ്വന്തം ഉത്തരവാദിത്വം ഒഴിയുക എന്നാണ്. അത് ശരിയല്ലമ്മേ. ദേവൻ തിരിഞ്ഞു തന്റെ കിടക്കറയിലേക്ക് നടന്നു. കേട്ടല്ലോ? അരുന്ധതി മകളെ നോക്കി. സ്നേഹം കൊണ്ട് നീ മൂടണ നിന്റെ ഏട്ടൻ നിന്റെ കല്യാണം പോലും നടത്തിക്കില്ല. ഓർത്തോളൂ, നിന്റെ പേരിൽ അവൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണതൊക്കെ ശുദ്ധ കളവാ കുട്ടി. അവനാ പണമൊക്കെ മദ്യപിച്ചും വഴിപിഴച്ചും നശിപ്പിക്കുക. കൈകൾ കെട്ടി ചുവർചാരി നിന്നിരുന്ന ജാനകി മൗനം ദീക്ഷിച്ചതേയുള്ളൂ. ഇവന്റെ സ്ഥാനത്ത് ഹരിയോ? അരുന്ധതി തിരക്കി. നിന്നെ ഒരു ഡോക്ടർക്ക് കൊടുക്കണമെന്നാ അവന്റെ ആശ. അവൻ വിചാരിച്ചാൽ അത് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഹരിയേട്ടനെ വെറുപ്പിക്കാതെ നോക്കിക്കൊള്ളുക നീ. അതിനും മൗനമായിരുന്നു അവളുടെ മറുപടി. കിടക്കും മുമ്പേ കുടിക്കാനുള്ള ചുക്കുവെള്ളം പകർന്ന ജഗ്ഗുമായി ജാനകി ദേവേട്ടന്റെ കിടക്കറയിലെത്തി. ജഗ്ഗിൽ നിന്നും ഗ്ലാസിൽ വെള്ളം പകർന്നെടുക്കുമ്പോൾ ദേവൻ അവളോട് തിരക്കി. അമ്മ പറയുന്നതാണ് ശരിയെന്ന് കുട്ടിക്ക് തോന്നണുണ്ടോ? എനിക്കറിയില്ല.
ജാനകി മുഖം കുനിച്ചു. ഒരു നിമിഷം അവളെ നോക്കിയിരുന്നിട്ട് അവൻ മന്ദഹസിച്ചു. ഏതായാലും അധികം വൈകാതെ ഒരു ദിവസം ദേവേട്ടൻ ഈ വീടിന് പുറത്താവുമെന്ന് ഉറപ്പാ. ഹൗസ് സർജൻസി പൂർത്തിയാകും മുമ്പേ ഹരിയുടെ വേളി നടക്കുകയാണെങ്കിൽ അത് അത്യാവശ്യമാവും. എൻ്റെ ഒപ്പം നിന്നെ എനിക്ക് കൊണ്ടുപോകാനാവില്ല. ആ സ്ഥിതിക്ക് മോൾ ഹരിയേട്ടനെ വെറുപ്പിക്കാതെ നോക്കിക്കൊള്ളുക. അവസാന വാചകം എത്തിയപ്പോൾ ദേവന്റെ തൊണ്ട ഇടറി. ജാനകി അതോടെ തിരിഞ്ഞു മുറിവിട്ടുപോയി. പിറ്റേന്ന് അത്താഴത്തിനും ദേവൻ വീട്ടിലെത്തിയില്ല. എങ്കിലും അവൻ അമ്മയെ വിളിച്ചറിയിച്ചു. ഇന്ന് കരുണാകരൻ സാറിന്റെ മകളുടെ ബർത്ത്ഡേ ഡിന്നർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒഴിയാൻ പറ്റില്ല. ഒഴിയണത് മര്യാദകേടാ. ഒഴിയണ്ട. അരുന്ധതി പരിഹാസം അമർത്തി. നോൺ വെജും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടാവുമല്ലോ, പോയി അടിച്ചു പൊളിക്ക്. നോൺ വെജും ഡ്രിങ്ക്സും ഉണ്ടാവുമെന്ന വിചാരത്തിൽ കഴിഞ്ഞ ബർത്ത്ഡേ ഡിന്നറിൽ നിന്നും ദേവൻ സുഖമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞതായിരുന്നു. അതുകൊണ്ട് ഇക്കുറി അദ്ദേഹം പ്രത്യേകം വ്യക്തമാക്കി, തനി കേരളീയ രീതിയിലുള്ള സദ്യ ദേവ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശുദ്ധ സസ്യാഹാരം മാത്രം. കുട്ടികളുടെ പിറന്നാളിന് ഞങ്ങൾ മദ്യോ ഇറച്ചിയോ ഒന്നും വിളമ്പാറില്ല. കരുണാകരൻ സാറിന് 2 മക്കളാണ്. മൂത്തത് മകൻ നവീൻ. പഠിക്കാൻ മോശമായ അയാൾക്ക് ടൗണിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഏർപ്പാടാക്കി കൊടുത്തു. ബീഫാൻ ജയിച്ച ഒരു പാവപ്പെട്ട കുട്ടിയെ സ്ത്രീധനമോ സ്വർണമോ വാങ്ങാതെ വിവാഹം ചെയ്തും കൊടുത്തു. മെഡിക്കൽ ഷോപ്പിന്റെ ചുമതല ഇപ്പോൾ മരുമകളായ ദിവ്യയ്ക്കാണ്. മകൾ ശ്വേതയും +2 വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അവൾ നന്നായി പാടും, ചിത്രം വരയ്ക്കും, കാഴ്ചയ്ക്കും അതിസുന്ദരി. സദ്യ നടക്കുമ്പോൾ കരുണാകരൻ സാർ തന്റെ തൊഴിലാളികളുടെ അടുത്ത് പറഞ്ഞു, മോളുടെ അടുത്ത പിറന്നാളിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ വമ്പൻ ഒരു സദ്യ കൂടി തരുന്നുണ്ട് കേട്ടോ. എന്റെ മകളുടെ വിവാഹ സദ്യ. വിവാഹം തീരുമാനിച്ചോ സാർ? ഒരു തൊഴിലാളി തിരക്കി. ഇല്ലില്ല, പയ്യനെ തേടിക്കൊണ്ടിരിക്കുക. വലിയ നിബന്ധനകളൊന്നുമില്ല എനിക്ക്. എന്റെ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടു പോവാൻ പ്രാപ്തനായിരിക്കണം. ഇത് മറ്റാരെങ്കിലും ഏൽപ്പിക്കാനോ വിൽക്കാനോ തയ്യാറല്ല ഞാൻ. എന്റെ മകൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റും വിധം കാണാൻ തെറ്റില്ലാത്ത പയ്യനായിരിക്കണം. അത്യാവശ്യം വിദ്യാഭ്യാസം, നല്ല സ്വഭാവം. അവസാനം പറഞ്ഞതിനാണ് ഏറ്റവും മുൻതൂക്കം ഞാൻ കൊടുക്കുന്നത്. മുതലാളി പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം കാണാതെ തൊഴിലാളികൾ ചിലർ ആകാംക്ഷയിൽ ദേവനെ ഉറ്റുനോക്കി. അവനതിന്റെ അർത്ഥം മനസ്സിലായില്ല. സദ്യയുടെ അവസാനം സ്വീറ്റ്സ് വിളമ്പിയത് ശ്വേതയായിരുന്നു. അവൾ ദേവന്റെ മുന്നിൽ എത്തിയപ്പോഴും ഇരുവശവും ഇരുന്നവർ അവനെ ശ്രദ്ധിച്ചു. പരിപാടി അവസാനിക്കും മുമ്പ് കരുണാകരൻ സാർ തൊഴിലാളികൾക്കും പിറന്നാൾ കൂടി നൽകി. പുറപ്പെടാൻ നേരം ദേവനോട് അയാൾ പറഞ്ഞു, ഇത്രയും വൈകിയ സ്ഥിതിക്ക് മോനിനി തനിച്ചു പോകണ്ട, ഞാൻ കൊണ്ടുവിടാം. കാർ ഓടിച്ചത് നവീനായിരുന്നു. അയാൾക്കരികിൽ ദേവൻ ഇരുന്നു, പിന്നിൽ കരുണാകരൻ സാറും. മോനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, യാത്രയിൽ അയാൾ പറഞ്ഞു. മുഖവര ഇല്ലാതെ തന്നെ സ്വന്തം മോനോടാണോ തന്നോടാണോ എന്ന് ദേവന് സംശയമായി. ദേവൻ മോനോട് തന്നെയാ. അവന്റെ ശങ്ക മനസ്സിലാക്കി കരുണാകരൻ വിശദമാക്കി. മോൻ ഞങ്ങളെക്കാൾ ഉയർന്ന ജാതിയാ, ഞങ്ങൾ കുറച്ച് താഴെ. ആ ജാതി വ്യത്യാസം മോന് പ്രശ്നമല്ലെങ്കിൽ എൻ്റെ വർക്ക്ഷോപ്പ് അടക്കം എൻ്റെ ശ്വേതയെ മോന് തന്നാലോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദേവനെ കുറിച്ച് പറയുമ്പോൾ ശ്വേതയുടെ മുഖത്ത് എന്തോ ഒരു പ്രത്യേകതയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മോൻ നവീനും മോന്റെ കാര്യത്തിൽ താല്പര്യ. മോനും താല്പര്യമാണെങ്കിൽ ഞാൻ മോന്റെ അമ്മയുടെ അടുത്തൊന്ന് സംസാരിച്ചാലോ? അപമാനിക്കില്ലെന്നൊരു ഉറപ്പ് വേണം എനിക്ക്. 1-2 നിമിഷങ്ങൾക്ക് ശേഷമാണ് ദേവൻ മറുപടി പറഞ്ഞത്. ആദ്യം ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കാം, അത് തന്നെയാ നല്ലത്. കരുണാകരൻ സമ്മതിച്ചു. ധൃതി കൂട്ടണമെന്നില്ല, പക്ഷേ മറുപടി ശ്വേതയുടെ അടുത്ത ബർത്ത്ഡേക്ക് മുമ്പെങ്കിലും കിട്ടണം. അത്രയും വൈകില്ല സാർ. താങ്ക് യു. ഗേറ്റിന് പുറത്ത് അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് അയാൾ മടങ്ങി. ഗേറ്റ് തുറന്ന് അകത്ത് കടന്നു. ദേവൻ കോളിംഗ് ബെൽ മുഴക്കി. ജനാല തുറന്ന് അരുന്ധതി മുഖം കാട്ടി. ആ വന്നോ? അവൾ ചിറി കൊട്ടി. കാല് നിലത്തുറയ്ക്കണുണ്ടോ അതോ ഇല്ലേ? ദേവൻ ശബ്ദിച്ചില്ല. അരുന്ധതി തിരിഞ്ഞു നടന്നു. ഒരു നിമിഷം കഴിഞ്ഞ് അവൾ വീണ്ടും ജനാലയ്ക്കലെത്തി. എന്നിട്ട് ഗ്രില്ലിനിടയിലൂടെ ഒരു തോർത്ത് പുറത്തേക്ക് എറിഞ്ഞു. പൈപ്പിൻ ചുവട്ടിൽ നിന്ന് നന്നായി ഒന്ന് കുളിച്ചോളുക. തല തണുക്കട്ടെ, എന്നാലേ ലഹരി ഇറങ്ങൂ. വസ്ത്രങ്ങളും നനയ്ക്കണം. നനച്ചു പിഴിഞ്ഞ് അത് എടുത്തോണ്ട് അകത്തേക്ക് വന്നാ മതി. ജാനകി എവിടെ? അകത്തുണ്ട്. അനിയത്തി ആയാലും കുടിച്ച് ലെക്കില്ലാത്തവന്റെ മുന്നിലേക്ക് എങ്ങനെയാ അതിനെ അയക്കുക? ഏതായാലും മുൻവാതിലിന്റെ സാക്ഷ എടുത്തേക്കാം. കുളിച്ചു വന്ന് ചാവടിയിലെ ദിവാനിൽ കിടന്നു. രാത്രി ഏതായാലും അകത്തേക്ക് വരണ്ട. അകവാതിലിന്റെ ഓടാമ്പൽ ഞാൻ ഇടുക. ജനാലയ്ക്കിൽ നിന്ന് ആ മുഖം അപ്രത്യക്ഷമായി.
ദേവൻ കുനിഞ്ഞ് നിലത്ത് കിടന്ന് തോർത്തെടുത്തു. 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി അമ്മ അച്ഛനോട് പെരുമാറിയത് അവൻ ഓർത്തു. ആ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. മുറ്റത്തെ പൈപ്പിന്റെ കീഴിൽ നിന്ന് കുളിച്ച് തലതോർത്തി നനഞ്ഞ വസ്ത്രങ്ങൾ പിഴിഞ്ഞെടുത്തു. ചാവടിക്കോലായിൽ കടന്ന് ദേവൻ വാതിലടച്ച് ബോട്ടിട്ടു. ദിവാനിൽ കിടന്നോളാനാണ് അമ്മ പറഞ്ഞത്. പക്ഷേ നനഞ്ഞത് എടുത്തു പട്ടുകവറിട്ട ആ ദിവാനിൽ ഇരിക്കാൻ പോലും അവന് മടിയായി. പാതിരാത്രിക്ക് കുളിച്ചതുകൊണ്ടും ഈറൻ ചുറ്റിയതുകൊണ്ടും നന്നായി തണുക്കുന്നുണ്ടായിരുന്നു. ജാനകിയെ കണ്ടിരുന്നെങ്കിൽ അലക്കിയ ഒരു മുണ്ട ആവശ്യപ്പെടാമായിരുന്നു. ജനാലയ്ക്കലെത്തി ദേവൻ അകത്തേക്ക് എത്തി നോക്കി. അകത്തെ മുറികളിൽ വിളക്കുകൾ അണച്ചിരുന്നു. അതുകൊണ്ട് ആരെയും കാണാനാവണില്ല. എന്നാലും തന്നെ മറന്ന് ജാനകിക്ക് അകത്ത് കിടന്നുറങ്ങാനാവില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ആ പ്രതീക്ഷയിൽ പുറത്തെ ജനാലയ്ക്കലെത്തി തൊടിയിലേക്ക് നോക്കി നിന്നു ദേവൻ. പെട്ടെന്നാണ് നഗ്നമായ ചുമലിൽ എന്തോ വന്ന് വീണത്. പിന്തിരിയുമ്പോൾ ചുമലിൽ നിന്ന് പാതി വിടർന്ന ഒരു കുറുമഴിമുട്ട് താഴേക്ക് അടർന്നു. അവൻ തിരിഞ്ഞ് അകത്തെ ജനാലയിലേക്ക് നോക്കി. അഴികൾക്കകത്ത് നിഴലിലും വെളിച്ചത്തിലും ജാനകിയുടെ മുഖം. തിടുക്കത്തിൽ ദേവൻ ജനാലയ്ക്ക് അരികിലെത്തി. ഏട്ടൻ അലക്കിയ ഒരു മുണ്ടെടുത്ത് തരുവോ കുട്ടി? ഈറനെടുത്തിട്ട് കിടുകിടെ വിറയ്ക്കണു. ഈ നനവോടെ ദിവാനിൽ കിടക്കാനും പറ്റില്ല. ആവുന്നത്ര ശബ്ദം താഴ്ത്തിയാണ് അവൻ പറഞ്ഞത്. അലക്കി മടക്കിയ ഒരു മുണ്ടൻ ഷർട്ടും ജാനകി ജനലഴികൾക്കിടയിലൂടെ പുറത്തേക്ക് നീട്ടി. അത് വാങ്ങിയ ദേവൻ പുഞ്ചിരിച്ചു. അമ്മ ഉറങ്ങിയോ? കിടന്നു. അത്ര എളുപ്പം ഉറങ്ങില്ല എന്ന് ഏട്ടൻ അറിഞ്ഞൂടെ? ശബ്ദം ഉണ്ടാക്കാതെയാ ഞാൻ എഴുന്നേറ്റ് വന്നത്. ഇനി പോട്ടെ. നീ വിശ്വസിക്കണുണ്ടോ ഞാൻ മദ്യപിക്കുമെന്ന്? അമ്മ പോലും അങ്ങനെ വിശ്വസിക്കണുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഹരിയേട്ടനെ പോലെ പഠിച്ച് കേമനാവാതെ ഏട്ടൻ വർക്ക്ഷോപ്പ് പണിക്ക് പോണതിന്റെ ദേഷ്യം കാട്ടാതെ പറ്റില്ലല്ലോ അമ്മയ്ക്ക്. വർക്ക്ഷോപ്പ് മുതലാളിയുടെ രാത്രി പാർട്ടി ആവുമ്പോൾ മദ്യം വിളമ്പുന്ന അമ്മ പറയണത്. എങ്ങനെയോ മനസ്സിലാക്കിയതാ, അല്ലെങ്കിൽ ഊഹിച്ചതാ. കരുണാകരൻ സാർ പക്ഷെ വ്യത്യസ്തനാ കുട്ടി. അത് അമ്മയ്ക്ക് അറിയണ്ടല്ലോ. കരുണാകരൻ സാറിന്റെ മകളുടെ പിറന്നാൾ സദ്യ കുട്ടി ഇന്ന്. തൊഴിലാളികൾക്ക് നൽകുന്ന സദ്യ ആയതുകൊണ്ട് രാത്രിയിലാക്കിയെന്നേ ഉള്ളൂ. ഇപ്പോ കല്യാണങ്ങൾക്ക് പോലും തലേ രാത്രി സദ്യ ഉണ്ടാവാറുണ്ടത്രേ. അത്തരം സ്ഥലങ്ങളിലൊക്കെ മദ്യം ഉണ്ടാവുന്ന അമ്മ പറയണത്. ഏതായാലും സംസാരം കേട്ട് അമ്മ ഉണരണ്ട. വേഷം മാറ്റി ഏട്ടൻ ഉറങ്ങാൻ നോക്ക്. സദ്യ ഉണ്ടതുകൊണ്ട് വിശപ്പണുണ്ടാവില്ലല്ലോ ഇല്ലേ? ഇല്ല. എങ്കിൽ ഞാൻ പോവാ. ജനാലയ്ക്കിൽ നിന്ന് അവൾ അപ്രത്യക്ഷയായി. രാവിലെ ദേവനെ വിളിച്ചുണർത്തിയതും ജാനകിയാണ്. ആ മുഖത്തെ ക്ഷീണഭാവം കണ്ട് നെറ്റിയിൽ വന്ന് ഒന്ന് തൊട്ടുനോക്കി അവൾ മുഖം ചുളിച്ചു. അയ്യോ, പനിയുണ്ടോ ഏട്ടന്? എന്റെ കൈ പൊള്ളണോ? സാരല്ല, അവൻ ചിരിച്ചു. വർക്ക്ഷോപ്പിൽ നിന്ന് വന്നുള്ള രാക്കുളി എനിക്ക് പതിവുള്ളതാ. പക്ഷേ ഈറൻ ചുറ്റി കുറെ നേരം നിന്നില്ലേ? പുറത്തു നിന്നുള്ള മഞ്ഞും കൊണ്ടു. ഒന്നുകൂടി കുളിച്ച് വില്വാദ്രിനാഥനെ തൊഴുതു വരുമ്പോഴേക്കും പനിയൊക്കെ പമ്പ് കിടക്കും കുട്ടി. ഇത്ര പനിയുള്ളപ്പോ കുളിക്കണോ? 6:30 എനിക്ക് വർക്ക്ഷോപ്പിൽ എത്തണം മോളെ. എങ്കിൽ ഞാൻ വെള്ളം ചൂടാക്കി തരാം. ഓ, ഒന്നും വേണ്ട. തോർത്തുമെടുത്ത് ദേവൻ കുളിമുറിയിലേക്ക് ഓടി. അവൻ വർക്ക്ഷോപ്പിലേക്ക് പോയതും ദോശ ചുട്ടുകൊണ്ടിരുന്ന ജാനകി അമ്മയെ കുറ്റപ്പെടുത്തി. പനിയുമായ ഏട്ടൻ സ്കൂട്ടർ ഓടിച്ചു പോയത്. പനിയോ? അരുന്ധതി വായ പൊളിച്ചു. ആ, പാതിരാത്രി നിർബന്ധിച്ച് കുളിപ്പിച്ചില്ലേ? പുറത്ത് കിടത്തിയില്ലേ? ഈറൻ ചുറ്റിക്കൊണ്ടാ പാവം കിടന്നത്. ഒന്നുമില്ല. അരുന്ധതിക്ക് നിസ്സാര പാവം. ഇന്നലത്തെ പാർട്ടിയാ അവനെ കുഴപ്പത്തിലാക്കിയത്. കുടിക്കാത്തവൻ കുടിച്ചപ്പോ കുഴപ്പമായി. അനാവശ്യം പറയരുത്. എന്റെ ചേട്ടൻ കുടിക്കില്ല, എനിക്കറിയാം. ജാനകി ചീറി. നിനക്കൊന്നും അറിയില്ല. നീ ഒരു മണ്ടിപ്പെണ്ണാ. നിന്നെ മയക്ക് കസ്റ്റഡിയിൽ വെക്കാൻ അവൻ മിടുക്കനാ. ഇവിടെ ജീവിക്കാൻ നിന്റെ സിമ്പതി അവൻ ആവശ്യമാ. നിന്റെ അടുത്ത് വിളവത്തരം ഒന്നും നടക്കില്ല എന്നും നിശ്ചയമുണ്ട്. നിന്റെ സ്കൂളിലുണ്ട് ഒരു കള്ളുകൂടിയൻ മാഷ്. അയാളെ ഞാൻ നിരീക്ഷിക്കാറുണ്ട്. വെള്ളമടിച്ചിട്ടുള്ള ആൾക്കാരുടെ കോപ്രായങ്ങൾ കണ്ട അപ്പോ എനിക്ക് മനസ്സിലാവും. മതി. ജാനകി മുഖം വെട്ടിത്തിരിച്ചു. അമ്മ പിടിച്ച മുയലിന് എപ്പോഴും 2 അല്ല 10 കൊമ്പാ. സന്ധ്യ കഴിഞ്ഞ് ദേവൻ മടങ്ങിയെത്തിയപ്പോൾ അവൾ ചൂടോടെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തു. പനി എങ്ങനെയുണ്ട്? ഓ, അതെപ്പോഴേ പോയി. അവൻ ചിരിച്ചു. രാവിലെ മെഡിക്കൽ ഷോപ്പ് തുറന്നതും ഞാൻ 2 പാരസെറ്റാമോൾ വാങ്ങി അടിച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞും 2 എണ്ണം. നായയ്ക്ക് പൊഴുത്താൽ ചാരമെന്ന് ബീവാത്തുമ്മ പറയാറില്ലേ? അതുപോലെ ഞാനൊന്നും ഒരു ഡോക്ടറെയും കാണാൻ പോവാറില്ല. അബദ്ധത്തിന് എവിടെയെങ്കിലും ചെന്ന് കയറിയാലോ 100 ടെസ്റ്റുകൾ വിധിച്ചു. കയ്യിലുള്ളതും കടം മേടിച്ചതുമെല്ലാം അവർ പോക്കറ്റിലാക്കുകയും ചെയ്യും. അത് കേട്ട് ഇടവഴിയിലൂടെ കടന്നുപോയ അരുന്ധതി നിന്നു.
ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനുമൊക്കെ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തിക്കോളൂ കേട്ടോ. സ്വന്തമായിട്ടൊരു നല്ല ജീവിതം കിട്ടിയില്ല നിനക്ക്. തരം കിട്ടുമ്പോഴെല്ലാം അന്തസ്സായി ജീവിക്കുന്നവരെ ആക്ഷേപിച്ച് സമാധാനിച്ചോളൂ. എന്റെ പൊന്നമ്മേ, ഞാൻ ഹരിയെ ആക്ഷേപിച്ചതല്ല. ഇന്നത്തെ സ്വകാര്യ ആശുപത്രികളുടെ അവസ്ഥയൊന്ന് പറഞ്ഞതാ. ദേവൻ തൊഴുതു. നീ ഇപ്പൊ എത്ര ആക്ഷേപിച്ചാലും ഹരിയെ അത് ഒരു വിധത്തിലും ബാധിക്കാൻ പോണില്ല. തിരിച്ചടികൾ വരണത് നിനക്ക് തന്നെ ആയിരിക്കും. അവർ നടന്നുപോയി. ഈശ്വര, എന്തു പുലിവാലായത്! അവൻ തലയിൽ കൈവച്ചു.